ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു മൊബൈൽ ഓർഡർ ചെയ്ത് മേടിക്കുകയുണ്ടായി. അപ്പോൾ അത് നിങ്ങൾ പരിചയപ്പെടുത്തിയേക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഈ മോഡലിൻ്റെ ഒരുപാട് റിവ്യൂ വീഡിയോ, അൺബോക്സിങ് വീഡിയോ എല്ലാം പല ചാനലുകളിലും കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ മൊബൈൽ. ഈ മൊബൈലിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അത് നോട്ട് 30 5G മൊബൈലാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് പറയാം. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്തായാലും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മൊബൈലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് നിങ്ങളെ കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. അൺബോക്സ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓരോ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 30 5Gൻ്റെ ബോക്സ് വന്നിരിക്കുന്നത്. അതിൽ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൗണ്ട് ബൈ JBL, അതേപോലെ 108 MB ക്യാമറയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ 256 GB, 16 GB റാമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ 8 GB ആണ് ഇതിൽ വരുന്നത്. 8 GB എക്സ്പാൻഡബിൾ ആണ്. അതേപോലെ വാറണ്ടി ഉള്ളി ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 45 വാട്ട് ഫാസ്റ്റ് ചാർജർ, 5000 mAh ബാറ്ററി വന്നിട്ടുണ്ട്. 17.22 സെൻറ്റിമീറ്റർ, ഫുൾ HD, 120 Hz. അതേപോലെ 6080 5G പ്രോസസ്സറാണ്. ഡ്യുവൽ സ്പീക്കർ, 108 MB ട്രിപ്പിൾ ക്യാമറ, അപ് ടു 16 GB റാം എന്നാണ് പറയുന്നത്. അതായത് 8 GB ഇപ്പോൾ ഇതിലുണ്ട് താനും. അതേപോലെ തന്നെ 8 GB എക്സ്പാൻഡബിൾ ആണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ ബോക്സ് പൊട്ടിച്ചിട്ട് നമുക്ക് ഫിസിക്കൽ ഡാമേജ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഭംഗിയായിട്ട് നമുക്കിതിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കവർ പൊട്ടിച്ചൊന്നുമില്ല, ഇവർ ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് മൊബൈൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 30 5G മൊബൈൽ. ഇതിൽ നമുക്ക് ബാക്കി എന്തൊക്കെയുള്ള ബോക്സിൽ നോക്കാം. ആണ് നമുക്ക് വന്നിട്ടുള്ള 45 വാട്ടിൻ്റെ ഇൻഫിനിക്സിൻ്റെ ചാർജർ അഡാപ്റ്റർ. ഇതിൽ ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒരു ഡാറ്റ കേബിള്, ഒരു സിം ഇജക്ടർ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു സ്ക്രീൻ ഗാർഡ് വന്നിട്ടുണ്ട്. അതും ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. പിന്നീട് വന്നിട്ട് ഒരു വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, അതേപോലെ ഇതിനൊരു ബാക്ക് കവർ വന്നിട്ടുണ്ട്. ബാക്ക് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ളത് തന്നെയാണ്. അതിലും ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, സൗണ്ട് ബൈ JBL എന്നുള്ളത്. എല്ലായിടത്തും JBL എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിരിക്കും. ഇതൊന്ന് ചാർജിലിട്ടതിന് ശേഷം ഇത് ഓണാക്കി ഇതിൻ്റെ ബാക്കി എങ്ങനെയുണ്ട് റിവ്യൂ എന്നൊക്കെ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ നോട്ട് 30 5G മൊബൈല്. ഒരു ബോക്സ് ഷേപ്പിലുള്ള മൊബൈലാണ്. ശരിക്കും നമ്മുടെ ഐഫോണിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കാരണം കണ്ട ഒരു പെട്ടി മോഡലാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനൊന്നും നമുക്ക് അതിനുള്ള ഇതില്ല. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് സാധാരണ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഇതിൽ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഡ്യുവൽ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ്.
ഞാൻ ഇതിന്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് വന്നിട്ട് ഇന്റേണൽ മെമ്മറി വരുന്നത് 256 GB-യും 8 GB റാമുമാണ്. 8 GB റാമില് നമുക്ക് 8 GB എക്സ്പാൻഡബിൾ ആണ്. അതായത് 8 GB കൂടെ നമുക്ക് അതിൽ എക്സ്പാൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ 108 MB-ന്റെ ക്യാമറ ഉണ്ട്, മെയിൻ ക്യാമറ. അതിന്റെ ഒപ്പം തന്നെ 2 MB ഒരു സെൻസറും അതേപോലെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിതൊരു സൗണ്ട് ബൈ JBL എന്നാണ് പറയുന്നത്. അത് സൗണ്ടിന്റെ ഒക്കെ ടെക്നോളജി ഫുള്ള് JBL ആണെന്ന് പറയുന്നത്. ഇത് പലയിടത്തും ഇതിന്റെ ഈ മൊബൈലിന്റെ പല ഭാഗങ്ങളിലും JBL, അതായത് സൗണ്ട് ബൈ JBL എന്ന് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് സ്പീക്കറിന്റെ അവിടെ ഈ ഭാഗത്തും കാണാമെന്ന് തോന്നുന്നു നമുക്ക്. അതുപോലെ ഇതിന്റെ അടിഭാഗത്തെല്ലാം സൗണ്ട് ബൈ JBL എന്ന് പറയുന്നത്, അതായത് സൗണ്ടിന്റെ സ്പീക്കറും കാര്യങ്ങളും അതിന്റെ സൗണ്ട് സെറ്റിംഗ് എല്ലാം JBL ആണ് ചെയ്തതെന്നാണ് കമ്പനി പറയുന്നത്. അതേപോലെ സ്റ്റീരിയോ സ്പീക്കറുകളാണുള്ളത്. നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇതിന്റെ ഡ്യുവൽ സ്പീക്കർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊരു നോൺ കോപ്പിറൈറ്റ് ഒരു ഓഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോ കേൾക്കാൻ തോന്നുന്നു. ഇതില് സ്പീക്കറിന്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ അടിയിലെ സ്പീക്കറിനാണ് കൂടുതൽ സൗണ്ട് വരുന്നത്. ഫ്രണ്ട് സ്പീക്കറിന് മേലെ സ്പീക്കറിന് കുറച്ച് സൗണ്ട് താരതമ്യേന കുറവാണ്. ഞാൻ ചാനലിൽ ഒരുപാട് കണ്ട റിവ്യൂവിലെല്ലാം അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതാണോ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? സൗണ്ട് ക്വാളിറ്റി എല്ലാം കുഴപ്പമില്ല, നൈസാണ്, ചെയ്യണമെന്നില്ല. അപ്പൊ സൗണ്ടിന്റെ കാര്യമൊക്കെ അതേപോലെ ഇതിന്റെ ഒപ്പം വന്നിരിക്കുന്നത് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ്. ഫാസ്റ്റ് ചാർജിങ് സംവിധാനം എന്ന് പറഞ്ഞാൽ അതിനൊരു 45 വാട്ടിന്റെ ഒരു അഡാപ്റ്ററും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 20 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇതില് പിന്നെ ഈ ചാർജിങ്ങിന്റെ കാര്യം പറയുന്നതിന് ഒപ്പം തന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. അപ്പൊ അതിന് അത്യാവശ്യം ബാക്കപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫോണില് പറയുന്ന ഒരു ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിത് ചാർജിൽ കുത്തിയിട്ടുകൊണ്ട് തന്നെ എപ്പോഴും ഉപയോഗിക്കാന്നുള്ളതാണ്. അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞാനത് ചെക്ക് ചെയ്തിരുന്നു. അതായത് ഇതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈപ്പാസ് മോഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ നമ്മൾ ഫോണിൽ കുത്തിയിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഇതിന്റെ ബാറ്ററി ആയിട്ട് കണക്ഷൻ വരുന്നില്ല, നേരിട്ട് ഇതിന്റെ ബോർഡുമായിട്ട് കണക്ഷൻ വരുള്ളൂ. ബാറ്ററി ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററി പൊട്ടിത്തെറിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് കമ്പനി പറയുന്നത്. അതേപോലെ ഇതിലൊരു ബാക്ക് ചാർജിങ് സംവിധാനം കൂടിയുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ വേറൊരു ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഈ ബാക്ക് ചാർജിങ് സംവിധാനം കൊണ്ട് ഈ ഫോൺ കൊണ്ട് ഒരു പവർ ബാങ്ക് പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് പവർ ബാങ്ക് പോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു ഫോൺ ചാർജ് ചെയ്തെടുക്കാം. നീട്ടം എന്ന് പറഞ്ഞാൽ 17.22 സെന്റിമീറ്റർ ആണ്. അതേപോലെ വീതി എന്ന് പറയുന്നത് ഒരു 6.78 സെന്റിമീറ്റർ. അത് ഫുൾ HD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ പ്രോസസ്സർ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 6080 5G പ്രോസസ്സറാണ്. ഞാൻ കേട്ടിടത്തോളം ഒരു നല്ല പ്രോസസ്സർ ആണെന്നാണ് എന്റെ അറിവ്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. അതേപോലെ NFC സപ്പോർട്ടാണ് ഇതിൽ. ട്രാൻസാക്ഷനുകളും കുറെ ഓപ്ഷനുകളും NFC-യിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. NFC-ന്റെ ആ ഒരു ഫെസിലിറ്റി കൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രീമിയം മൊബൈലുകളിൽ ഉണ്ടാകുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ NFC എന്ന് പറയുന്നത്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഇതിൽ ഒരു ബാക്ക് കവർ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലാസ് പോലത്തെ ഒരു ഫൈബറിന്റെ ഇതാണ്, മറ്റേ പോലത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാക്ക് കവർ ഒന്നുമല്ല. അതേപോലെ സ്ക്രീൻ ഗാർഡും നല്ലൊരു സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ പ്രൈസ് ലെവലിൽ ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല മൊബൈൽ തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് 30 5G മൊബൈല്. അതില് പിന്നെ മെമ്മറി കുറഞ്ഞ രീതിയിൽ 125 6GB എന്നുള്ള ഒരു റേഞ്ചിലേക്ക് പോയി കഴിയുമ്പോൾ അതിന് 1000 രൂപേന്റെ കുറവായിട്ട് ഇതിന്റെ സൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് കടകളിൽ കൂടെ കാര്യമായിട്ടില്ല, ഇതിന്റെ സർവീസ് പലയിടത്തും കുറവാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് ഇത് കൂടുതലും കാണുന്നത്.
അതേപോലെ ബജാജ് പോലെയുള്ള കാർഡുകളിൽ നിന്നും ഇത് മേടിക്കാൻ പറ്റും. ഞാൻ അതെല്ലാം ചെക്ക് ചെയ്തിരുന്നു. EMI ആയിട്ടും നമുക്ക് മേടിക്കാൻ പറ്റും. ഇതിന്റെ വിലയും കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഡിസ്ക്രിപ്ഷനൊന്നും പോയി നോക്കാറില്ല. ഇതെങ്കിലും കണ്ടിട്ട് ഇതിന്റെ വില കാണാനെങ്കിലും പോയിട്ടൊന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക. ഞാൻ അതേപോലെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കമന്റിലും കൂടെ പിൻ ചെയ്യുന്നതാണ്. ആവറേജ് നമുക്ക് ഒരു സാധാരണ ഒരു ഫാമിലിക്ക്, അതായത് സാധാരണക്കാരന് ഒരാൾക്ക് അത് കുറച്ച് പ്രീമിയം ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്യാമറയും അത്യാവശ്യം ഡിസ്പ്ലേ, NFC അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോരാത്തതിന് 5G അങ്ങനെയുള്ള അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും കൂടെ കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈലായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ലിങ്കിൽ പോയി മേടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇൻഫിനിക്സ് നോട്ട് 30 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അൺബോക്സിംഗ് അല്ല നമ്മുടെ മെയിൻ, നമ്മൾ പല കണ്ടന്റുകളും ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത വിഷയവുമായി വരുന്നവരെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.